കഥ നോവിൻ പെരുമഴക്കാലം. രചന അനിൽ മണ്ണത്തൂർ. ശബ്ദം രജനി ടി. ശങ്കരനുണ്ണി ബസ് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു. അവിടെ നിന്ന് രാമപുരത്തേക്ക് 20 മിനിറ്റ് യാത്രയുണ്ട്. കുറച്ച് കാത്തിരുന്നപ്പോൾ ഒരു ഓട്ടോ വന്നു. ശങ്കരനുണ്ണി ഓടിച്ചെന്ന് ഓട്ടോയിൽ കയറി. ഇരുഭാഗത്തും വയലുകൾ. ശങ്കരനുണ്ണിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. കുട്ടിക്കാലം ഓടിക്കളിച്ച രാമപുരത്തേക്കുള്ള ഈ യാത്ര ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചതാണ്. പക്ഷേ മേലാളന്മാർ കനിഞ്ഞില്ല. ഇവിടെ ആദ്യമാണോ? ഓട്ടോക്കാരൻ കുശലം ചോദിച്ചു. എന്തേ? രാമപുര സ്കൂളിൽ ടീച്ചർ പണിക്ക് വന്നതാ. സ്ഥലം മാറ്റാണോ? അല്ല, ആദ്യമായി കിട്ടിയതാണ്. കുറെ കാലം പാരൽ കോളേജിൽ പഠിപ്പിച്ചു. പുറത്തെ വയലിൽ ജമന്തി പൂക്കളുടെ തോട്ടം. നല്ല ചന്തം. ശങ്കരനുണ്ണി കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു. ഓ, ഇത് കുടുംബശ്രീക്കാരുടെ പണിയാ, ഓട്ടോക്കാരൻ വിശദീകരിച്ചു. വീണ്ടും ശങ്കരനുണ്ണി പുറത്തെ സൗന്ദര്യം നോക്കിയിരുന്നു. അസ്വസ്ഥമായ മനസ്സിന് ഗ്രാമഭംഗി പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ഓട്ടോ പതുക്കെ പാലത്തിലേക്ക് കയറി. എൻ്റെ മോനെ! ഒരലർച്ച അയാളുടെ കാതുകളിൽ അലയടിച്ചു. അത് ദാമോദരൻ്റെ അമ്മയാണോ അതോ സീത ടീച്ചറോ? ആ പെരുമഴയിലും അയാൾ വിയർത്തു. ഈ പാലത്തിന് 5 വർഷമേ ആയിട്ടുള്ളൂ, ഓട്ടോക്കാരൻ കഥ തുടങ്ങി. 25 വർഷം മുമ്പാണ് തോണി മറിഞ്ഞ് രാമപുരത്തെ കുട്ടികളും വേലായുധേട്ടനും വെള്ളത്തിൽ വീണത്. 7 കുട്ടികളെ വേലായുധേട്ടൻ രക്ഷിച്ചു. പക്ഷേ ദാമോദരൻ എന്ന കുട്ടിയും വേലായുധേട്ടനും ആശുപത്രിയിലേക്ക് പോകുന്ന വഴി മരിച്ചു. സീത ടീച്ചറുടെ മകനെക്കുറിച്ച് ഒരു വിവരവുമില്ല. 3-ാം നാൾ പൊങ്ങുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇന്നും ഒരു വിവരവുമില്ല. വേലായുധേട്ടൻ നാട്ടിലെ വിളക്കായിരുന്നു. നാട്ടിലെ എല്ലാ പരിപാടിക്കും മുൻപന്തിയിലുണ്ടായിരുന്നു. ഒടുവിൽ കുട്ടികളെ ഇക്കരയാക്കാൻ പോയതാ. ടീച്ചർ ഇപ്പോൾ എവിടെയാണ്? അറിയാതെ അയാൾ ചോദിച്ചു. കുഞ്ഞു പോയി കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ടീച്ചറുടെ മനോനില തെറ്റി. പുഴക്കടവിൽ അലഞ്ഞു തിരികെയായിരുന്നു. 2 വർഷം മുമ്പുള്ള മഹാമാരിയിൽ പാലത്തിനടുത്ത് മരിച്ചു കിടക്കുകയായിരുന്നു. വേലായുധേട്ടന്റെ പരിചയക്കുറവാണ് അപകട കാരണമെന്ന് ആളുകൾ പറയുന്നു. അന്ന് വേലായുധേട്ടനാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, ശങ്കരൻകുട്ടി പറഞ്ഞു. നിങ്ങൾ ഇവിടുത്തുകാരനാണോ? അല്ല, എൻ്റെ അമ്മ പഞ്ചായത്തിലെ ശിപായി ആയിരുന്നു. ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അമ്മയ്ക്ക് നാട്ടിലേക്ക് മാറ്റം കിട്ടിയ ശേഷം ഞങ്ങൾ പോന്നു. പിന്നെ ഇന്നാണ് വരുന്നത്. അപ്പോൾ വേലായുധേട്ടനെയും ദാമുവിനെയും ഓർമ്മയുണ്ടോ? അതൊക്കെ ചെറുപ്പത്തിലല്ലേ, എവിടെ ഓർക്കാൻ? അയാളൊന്ന് നിശ്വസിച്ചു. ഒരു മുട്ടൻ കള്ളം പറഞ്ഞ് അയാൾ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. ദാമുവിനെ പിന്നെ എന്നെങ്കിലും ഓർക്കാതിരുന്നിട്ടുണ്ടോ? ഒരേ ക്ലാസ്സിലായിരുന്നല്ലോ. അവനായിരുന്നല്ലോ ലീഡർ. വികൃതി കാണിക്കുന്ന കുട്ടികളുടെ പേരെഴുതി സാറുമാർക്ക് കൊടുത്തിരുന്നത് അവനായിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ അന്നും എൻ്റെ പേരുണ്ടായിരുന്നു. രാമമാസ്റ്ററുടെ ചൂരലിലെ വേദന എനിക്ക് പരിചിതമാണ്. വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ മുന്നിലിരുന്ന അവനെ ആരും അറിയാതെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത് ഏത് ചെകുത്താൻ്റെ പ്രേരണയാലാണെന്ന് ഇന്നും അറിയില്ല. അവൻ തോണിയിൽ അള്ളിപ്പിടിച്ചതും തോണി മറിഞ്ഞതും ഒന്നിച്ചായിരുന്നു. മോനെ എന്ന ദാമുവിൻ്റെ അമ്മ ചക്കിയുടെ അലർച്ച എത്ര രാത്രികളിലാണ് ഉറക്കം കളഞ്ഞത്. പാവം വേലായുധേട്ടൻ നല്ലത് മാത്രം ചെയ്തിട്ടും പഴി കേൾക്കുന്നു. എൻ്റെ മോനെ! വീണ്ടും ഒരാർത്തനാദം.